ഇത് നമ്മളെ ജയേട്ടൻ്റെ വീട് കേട്ടോ. ജയേട്ടൻ്റെ വീട് നമ്മളെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡറാണ്. പിന്നെ ഇത് വീഡിയോ കണ്ടിട്ട് ഇല്ലാത്തവർക്കാണ് നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വീട് പോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ട് തന്നെ വീട് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിൽ കുറച്ച് വീതി കുറവാണ് എന്ന് തോന്നുന്നവർക്ക് ബാക്കിലേക്ക് നല്ല വീതി ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വീട്. ഇതിൻ്റെ പല പല വർക്കുകൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ആണ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നടുമുറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ല, ഇതാണ് നമ്മുടെ ജേട്ടൻ്റെ മനോഹര സുന്ദര ഭവനം. ഇതിൽ കൊത്തുപണിയൊക്കെ എടുത്ത വർക്ക് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിരുന്നു. നല്ല ഭംഗിയിൽ കൊത്തുപണി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇല്ല, നമ്മൾ പണ്ടത്തെ തറവാട്ടിലൊക്കെ ചെയ്ത കൊട്ടാരത്തിലൊക്കെ ചെയ്യുന്ന പോലത്തെ വർക്കുകളൊക്കെ സിമെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അത് ചെയ്തത് നൗഷാദ് പറഞ്ഞ ആളാണ്. നൗഷാദ് ഖാൻ്റെ നമ്പറൊക്കെ ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്യാം. നൗഷാദ് ഖാൻ്റെ വീട് നമ്മളൊന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അത് അടിപൊളിയാണ്. കാരണം ചെറിയ വീടാണ്, പക്ഷേ അതിലൊരുപാട് വർക്കും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇനി അവിടുത്തെ വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാൻ പോകുന്നുണ്ട്. അത് പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അവരുടെ വീട് എടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ജയേട്ടൻ്റെ വീട്. ജയേട്ടൻ്റെ വീടിൻ്റെ മറ്റുള്ള കാഴ്ചകൾ ഇത് കണ്ടില്ല, ഇത്രയും ഹൈറ്റ് പൊന്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് മണ്ണിട്ടതിന് ശേഷം ഉയരത്തിലാണ് ഇവിടെ സിറ്റ് ഔട്ട് ഉള്ളത്. സിറ്റ് ഔട്ട് ഇങ്ങനെ കയറിയുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ട പോലെ. ഇതൊക്കെ മറ്റേ നൗഷാദൊക്കെ ചെയ്താണ്. ഇതാണ് അവരുടെ ഈ ഭാഗം ഉണ്ടല്ലേ, നല്ല മനോഹരമായിട്ടൊന്നും ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഉണ്ട് ഈ വെട്ട്. ഇത് അടുക്കളയുടെ ഭാഗമാണ്. നമുക്ക് നടുമുറ്റം ഒന്ന് കാണിച്ചു തരാം. ഞാൻ നടുമുറ്റത്തിൻ്റെ ഫുൾ വീഡിയോ വേറെ ഇടുന്നുണ്ട്. ഇതാണ് നടുമുറ്റം കേട്ടോ. അപ്പോഴേക്കും മഴയൊന്ന് ചോർന്നു, ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നടുമുറ്റം ഇഷ്ടമുള്ളവർക്കൊന്ന് ലൈക്ക് ചെയ്യണേ. തരാം. അടുക്കളയിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ ഒരു ജാളിയൊക്കെയാണ് വരിക. ഈ ഭാഗത്ത് ജാളി വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കാം. ഈ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഒരു ചെറിയൊരു കട്ടൻ ചായയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കട്ടൻ ചായയൊക്കെ എടുത്ത് ഇങ്ങനെ കുടിക്കുകയല്ല, കട്ടൻ ചായയൊക്കെ എടുത്ത് ഇങ്ങനെ വന്ന് ഈ പടിയിൽ ഇങ്ങനെ ഇരുന്ന് നമുക്കിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും കൂടി വട്ടത്തിലൊക്കെ ഇരുന്ന് ഇങ്ങനെ മഴയൊക്കെ കണ്ടിങ്ങനെ ഓരോ കട്ടനൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല വൈബായിരിക്കും അല്ലേ? ആയിരിക്കും. ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്, പുറത്തോട്ട് വെള്ളം പോകുന്നുണ്ട്. പുറത്തോട്ട് പോകാനുള്ള ഹോൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിലാണ് പോകുന്നത്. ഇവിടേക്ക് വരും വെള്ളം. നല്ല രീതിയിൽ മഴ പെയ്തു. ഇതാണ് നമ്മുടെ ജയേട്ടൻ്റെ വീട്ടിലത്തെ കാഴ്ച. ഇതിപ്പോൾ ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ തുറന്നിരിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല മഴ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇങ്ങനെ പോയിട്ട് ഇതൊരു ബാത്റൂം, അതേപോലെ ഇത് ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തിറങ്ങുന്നവർക്ക് നേരെ മഴ തന്നെയായിരിക്കും കാണുന്നത്. രാവിലെ ഇങ്ങനെ ഉറക്കത്തിൽ നീച്ചൊക്കെ വരുന്ന സമയത്ത് നല്ല മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല ഇതാകണം. ഈ ബെഡ്റൂം, ഇതിന് 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് കേട്ടോ. എല്ലാ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നേരെ നടുമുറ്റാണ് നമ്മൾ കാണുക. നല്ല വൈബായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള നമ്മളെ വൈബിങ് ഏരിയ. നടുമുറ്റം ഇഷ്ടമുള്ളവർക്കൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്. നമ്മളെ ജയേട്ടൻ്റെ വീട്ടിൽ നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴക്കാലം നമ്മൾ കാത്തിരുന്ന മഴക്കാലം. അതായത് ഇതിപ്പോൾ 4 സൈഡിനും പാത്തി വെച്ചിട്ടുണ്ട്. നമ്മളത് വെള്ളം ഒരുപാട് തെറിച്ച് വരണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് പാത്തി വെച്ചിട്ടുള്ളത്. ഇത് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളിവിടെ ജേട്ടൻ്റെ വീടൊന്ന് വീഡിയോ എടുക്കാൻ വരാമെന്ന് വിചാരിച്ചത്. ഇതൊരു സൈഡിലേക്കാണ് ഷോപ്പ് തോന്നുന്നത്, അതുകൊണ്ടാണ് ഇത് ഇത്രയും വെള്ളം ഈ ഭാഗത്ത് തന്നെ വരുന്നത്. വീടിൻ്റെ ഉള്ളിൽ തന്നെ മഴ പെയ്യുന്ന സമയത്തൊരു നല്ല വൈബല്ലേ. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പുറത്തേക്ക്, അതായത് നമ്മൾ പുറത്തുനിന്ന് ആർക്കും ഉള്ളിലേക്ക് വരാതിരിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഗ്രില്ല് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് ചെറിയ മഴയുണ്ടോ, അതായത് ഭയങ്കര സ്പീഡിൽ പെയ്യുന്നില്ല. മഴ പെയ്തു
മഴയത്തൊക്കെ ഇങ്ങനെ നല്ല വൈബുള്ള വീടുകളൊക്കെ കണ്ടിരിക്കാൻ അങ്ങനെ നല്ലൊരു മഴയത്തുള്ള ഈ വീടിന്റെ ഉമ്മർപ്പടിയിൽ ഇരുന്നിട്ട് മഴ കൊള്ളുന്ന സീനൊന്ന് ചിന്തിച്ചു. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇതാണ് നമ്മുടെ ജയേട്ടൻ്റെ വീട്. ഇതിൻ്റെ ഫുൾ അപ്ഡേഷനും കാര്യങ്ങളും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ചിലവ് കുറഞ്ഞ രീതിയിലുള്ള വീടുകളായിരിക്കും നമ്മൾ കൂടുതൽ അപ്ലോഡ് ചെയ്യിക്കുക. താങ്ക് യു.